ഇന്നത്തെ നല്ല ട്വിസ്റ്റുള്ള നല്ല അടിപൊളി എപ്പിസോഡാണ്. ആരും എപ്പിസോഡ് മിസ്സാക്കരുത്. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് മുരളിയേട്ടൻ രാഹുലിനെ രാജ്യദ്രോഹിയാക്കിയ കഥയെല്ലാം പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് രാഹുലും ലക്ഷ്മിയും. എന്നാൽ ഈ സമയത്ത് രാഹുലിന്റെ മുറിയുടെ പുറത്ത് തന്നെ ജാനകി മുറിക്കകത്ത് ലക്ഷ്മി രാഹുലും ഒന്നിച്ച് തോളോട് തോൾ ചേർന്നിരിക്കുന്നത് കണ്ട് പുറത്ത് ദേഷ്യം വന്ന് നിൽക്കുകയാണ് ജാനകി. തുടർന്ന് മുരളിയേട്ടൻ പിന്നെ രജനിയോട് പറയുന്നത് ആ ഫയൽ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണമെന്ന് പറയുകയാണ്. ആ ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ ദേവരാജൻ പിന്നെ സൂര്യനെ കൊലപ്പെടുത്തുമെന്ന് പറയുകയാണ്. 500 കോടി വിലയുള്ള ഫയലാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദേവരാജിന് സൂര്യന്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് രാഹുൽ ലക്ഷ്മി ആ ഫയലിനെ കുറിച്ചാണ് പിന്നെ ചിന്തിക്കുന്നത്. തുടർന്ന് രജനി പിന്നെ മുരളിയേട്ടനോട് സൂര്യന്റെ കൂടെ അന്നൊരാള് തോക്ക് ചൂണ്ടി വന്നില്ലേ, അയാളുടെ കൈവശം ആ ഫയൽ ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ടിൽ ലക്ഷ്മിയോട് രാഹുൽ പറയുന്നത് എനിക്കും അതേ സംശയമുണ്ട് എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് മുരളിയേട്ടൻ പിന്നെ രജനിയോട് പറയുന്നത് കഥയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറയുകയാണ്. രാഹുൽ കൊല്ലപ്പെട്ട ആ രാത്രി തന്നെയാണ് സൂര്യനും ആക്രമിക്കപ്പെട്ടത്. അന്നേ ദിവസം മറ്റൊരു സംഭവം ഉണ്ടായി. സൂര്യന്റെ കൂടെ വന്ന അയാളുടെ പേര് പ്രമോദ് എന്നാണ്. അയാളും അന്ന് രാത്രി തന്നെ മരണപ്പെട്ടു എന്ന് പറയുകയാണ്, കൊല്ലപ്പെട്ടു എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ലക്ഷ്മി രാഹുലും അതുപോലെ തന്നെ രജനിയും ഒക്കെ ഞെട്ടി നിൽക്കുകയാണ്. പക്ഷെ അവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ പ്രമോദ് എന്ന് പറയുന്ന ആളാണ് ജാനകിയുടെ ചേട്ടൻ. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുന്ന ലക്ഷ്മിക്ക് രാഹുലിന് അത് വിശ്വസിക്കാൻ തന്നെ സാധിക്കുന്നില്ല. തുടർന്ന് മുരളിയേട്ടൻ പിന്നെ രജനിയോട് പറയുന്നത് ഈ കാര്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ, ജാനകിക്ക് ഇത് അറിയില്ല, ഞാൻ ജാനകിയോട് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഞാൻ ഇത് ഒളിപ്പിച്ചു വെച്ച് തന്നെയാണ് നടക്കുന്നതെന്ന് പറയുകയാണ്. സൂര്യന്റെ വലങ്കൈയായിരുന്നു ജാനകിയുടെ ചേട്ടൻ പ്രമോദ്. സൂര്യൻ അറിയാതെ ജാനകിയുടെ ചേട്ടൻ ഒന്നും തന്നെ സംഭവിക്കില്ല എന്ന് പറയുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് രജനി അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുന്ന രാഹുൽ പിന്നെ ലക്ഷ്മിയോട് പറയുന്നത് നമുക്ക് ഈ കാര്യം ജാനകിയുമായിട്ട് സംസാരിക്കണം എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് പുറത്ത് ജാനകി നല്ല കലിപ്പിലാണ്. അകത്ത് സൂര്യൻ ലക്ഷ്മി ഒന്നിച്ചിരിക്കുന്നതിന്റെ ദേഷ്യത്തിലാണ് ജാനകി. തുടർന്ന് രജനി പുറത്തേക്ക് ചെല്ലുകയാണ്. മുരളിയേട്ടന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ചെല്ലുകയാണ്. പുറത്തെത്തിയ ശേഷം രജനി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ഒരു മാഡത്തിനെ ഫോൺ വിളിക്കുകയാണ്. അതിനുശേഷം രജനി പിന്നെ മാഡത്തിനോട് പറയുന്നത് ഞാൻ മുരളിയേട്ടന്റെ കയ്യിൽ നിന്ന് കുറച്ചധികം സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ്. സൂര്യനെ രാഹുലിന്റെ വേഷം കെട്ടി ഇങ്ങോട്ടേക്ക് അയച്ചത് മുരളിയേട്ടനാണെന്ന് രജനി ആ ഫോണിലൂടെ പറയുകയാണ്. എന്നാൽ ഇത് കേട്ടുകൊണ്ട് ജാനകി വരികയാണ്. ജാനകി അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. രാഹുലിനെ കൊന്ന് സൂര്യനെ കൊണ്ട് ആൾമാറാട്ടം നടത്താനായിരുന്നു മുരളിയേട്ടന്റെ പ്ലാൻ. അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു എന്ന് പറയുകയാണ്. സൂര്യൻ രാഹുലിനെ രാജ്യദ്രോഹിയാക്കി മാറ്റി എന്ന് പറയുകയാണ്. 500 കോടി വില മതിപ്പുള്ള ആ ഫയൽ സൂര്യന്റെ കൈവശമാണെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ജാനകി ഞെട്ടി നിൽക്കുകയാണ്. തുറന്ന ഫോണിലൂടെ രജനി പറയുന്നത് ഇനി കൂടുതൽ ഞാൻ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് മാഡത്തെ അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചുകൊണ്ട് രജനി അവിടുന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് ആകെ കിളി പോയിട്ടാണ് ജാനകി നിൽക്കുന്നത്. തുടർന്ന് ജാനകി വേഗം തന്നെ ഫോൺ എടുത്തിട്ട് മിഥുനെ വിളിക്കുകയാണ്. തുടർന്ന് മിഥുനോട് ജാനകി പറയുന്ന മിഥുനേട്ടൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ലക്ഷ്മി സൂര്യൻ കൂടുതൽ അടുത്തിടപഴകുകയാണ്. രണ്ടുപേരും ഫുൾ ടൈം ഇപ്പോൾ ഒന്നിച്ചിരിപ്പാണെന്ന് പറയുകയാണ്. അത് മാത്രമല്ല ഞാൻ ഇന്ന് മറ്റൊരു സത്യം കേട്ടു എന്ന് പറയുകയാണ്. ഇന്ന് ഞാൻ എന്റെ മുറിയിലേക്ക് പോകാൻ നേരം രജനി ചേച്ചി ആരോടോ ഫോൺ വിളിക്കുന്നത് ഞാൻ ഒളിഞ്ഞു മാറി കേട്ടു എന്ന് പറയുകയാണ്. രജനി ചേച്ചി ആ ഫോണിന്റെ മറ്റേ തലക്കിലുള്ള ആളോട് പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു. സൂര്യൻ രാഹുലിനെ രാജ്യദ്രോഹിയാക്കി മാറ്റി 500 കോടി വില മതിപ്പുള്ള എന്തോ ഒരു ഫയല് സൂര്യന്റെ കൈവശം ഉണ്ട് എന്ന് പറയുകയാണ്. ഒരു പക്ഷെ രാഹുൽ അത് അറിഞ്ഞതുകൊണ്ടായിരിക്കാം ആത്മഹത്യ ചെയ്തത്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മിഥുൻ. അത് മാത്രമല്ല സൂര്യൻ ലക്ഷ്മിയോട് എന്നോട് എന്തോ ചോദിക്കാനുണ്ടെന്നും പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറയുകയാണ്. എന്റെ അടുത്തേക്ക് സൂര്യൻ വരട്ടെ, ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ടെന്ന് പറയുകയാണ് ജാനകി. പിന്നെ മറ്റൊരു കാര്യമുണ്ട് മിഥുനേട്ട, സൂര്യനും ലക്ഷ്മിയും ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നു ഞാൻ കേട്ടു എന്ന് പറയുകയാണ്. ലക്ഷ്മിക്ക് രാഹുലിനും മാത്രം അറിയുന്ന കാര്യങ്ങളാണ് സൂര്യൻ ലക്ഷ്മിയോട് പറഞ്ഞത്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മിഥുൻ. അതെങ്ങനെ സംഭവിക്കുമെന്ന് മിഥുൻ തിരിച്ചു ചോദിക്കുകയാണ്. തുടർന്ന് ജാനകി പറയുന്നത് ഇവരുടെ സംസാരം കേട്ടപ്പോൾ ഞാൻ ഒരു നിമിഷം സൂര്യൻ രാഹുലാണെന്ന് കരുതിപ്പോയി എന്ന് പറയുകയാണ്. പഴയ കാര്യങ്ങൾ എങ്ങനെയാണ് സൂര്യൻ ഇത്ര കൃത്യമായിട്ട് അറിയുന്നത് എന്ന് ചോദിക്കുകയാണ് ജാനകി. എന്നാൽ അത് കേട്ട് മിഥുൻ പിന്നെ ജാനകിയോട് പറയുന്നത് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, പണ്ട് തന്നെ സൂര്യൻ ലക്ഷ്മിയെ ഫോളോ ചെയ്ത കാര്യം ലക്ഷ്മി എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ജാനകി പിന്നെ മിഥുനോട് പറയുന്നത് അതെങ്ങനെ ശരിയാകും, ഇവരുടെ വീടിനകത്ത് ഇവരുടെ മുറിക്കകത്ത് നടന്ന കാര്യങ്ങൾ വരെ സൂര്യൻ ലക്ഷ്മിയോട് പറഞ്ഞു എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മിഥുൻ പിന്നെ ജാനകിയോട് സത്യത്തിൽ ആ കാര്യം ആരാണ് ആദ്യം എടുത്ത് സംസാരിച്ചെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ജാനകി അത് ലക്ഷ്മിയാണ് ആ ടോപ്പിക് പറഞ്ഞു തുടങ്ങിയത്. എന്നാൽ അത് കേട്ട് മിഥുൻ എങ്കിൽ പിന്നെ സൂര്യൻ അത് വെറുതെ ഗസ് അടിച്ചതാകുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ജാനകി സൂര്യൻ അങ്ങനെ ഗസ് അടിച്ചതായിരിക്കുമല്ലേ എന്നിങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ്. തുടർന്ന് മിഥുൻ നല്ല ദേഷ്യത്തിൽ ഞാൻ സൂര്യനൊന്ന് കാണുന്നുണ്ട്, സൂര്യൻ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ച ശേഷം മിഥുൻ പിന്നെ ചിന്തിച്ച് നിൽക്കുന്നത് ജാനകിയുടെ സഹോദരൻ പ്രമോദം മരണപ്പെട്ട് നിൽക്കുന്ന രംഗമാണ്. ശേഷം മിഥുൻ പിന്നെ മനസ്സിൽ പറയുന്നു ജാനകി നീ എന്നോട് ക്ഷമിക്കണം, നിന്റെ സഹോദരൻ മരിക്കാൻ കാരണം ഞാനാണ് അതിനെ ഉത്തരവാദി എന്നിങ്ങനെ മനസ്സിൽ കുറ്റബോധം കൊണ്ട് നിൽക്കുകയാണ് മിഥുൻ.
അതിനുശേഷം വീടിന്റെ പുറത്ത് പോയിട്ട് ലക്ഷ്മി രാഹുലും സംസാരിക്കുകയാണ്. മുരളിയേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ സംസാരിക്കുന്നത്. സൂര്യൻ രാഹുലിനെ രാജ്യദ്രോഹിയാക്കി മാറ്റിയത് എങ്ങനെയാണെന്നൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. ആ ഫയൽ ഇപ്പോൾ എവിടെയായിരിക്കും? തുടർന്ന് ലക്ഷ്മി പിന്നെ രാഹുലിനോട് ഇതിന്റെ എല്ലാം കോമൺ പോയിന്റ് പ്രമോദ് ആണെന്ന് പറയുകയാണ്. എങ്ങനെയായിരിക്കും പ്രമോദ് കൊലപ്പെട്ടിട്ടുണ്ടാവുക? ഈ പ്രമോദിനെ കൊലപ്പെടുത്തിയവർ തന്നെയായിരിക്കില്ലേ രാഹുലിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച് അന്ന് സൂര്യനെ കൊന്നത്? അത് മാത്രമല്ല, സൂര്യന്റെ കൈവശമുള്ള ആ ഫയൽസ് എല്ലാം ഒരു പക്ഷെ പ്രമോദിന്റെ കയ്യിലായിരിക്കുമില്ലേ എന്ന് ചോദിക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് അന്വേഷണം അവിടെ നിന്ന് ആരംഭിക്കാമെന്ന് പറയുകയാണ് ലക്ഷ്മി. എന്നാൽ അത് കേട്ട് രാഹുൽ ലക്ഷ്മി പറഞ്ഞത് തന്നെയാണ് ശരി, നമ്മുടെ അന്വേഷണം പ്രമോദിൽ നിന്ന് തന്നെ ആകട്ടെ എന്ന് പറയുകയാണ്. പക്ഷെ ഈ കാര്യം എങ്ങനെയാണ് ജാനകിയോട് ചോദിക്കുന്നത്? ജാനകിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ജാനകി എന്നെ തെറ്റിദ്ധരിക്കില്ല എന്ന് ചോദിക്കുകയാണ്. തുറന്ന ലക്ഷ്മി പിന്നെ രാഹുലിനോട് ഈ കാര്യം എന്തായാലും രാഹുൽ ജാനകിയോട് ചോദിക്കേണ്ട, ഇത് ഞാൻ ചോദിച്ചോളാം എന്ന് പറയുകയാണ്. ജാനകിയോട് ഇത് നമുക്ക് നേരിട്ട് ചോദിക്കേണ്ട, നമുക്ക് വളഞ്ഞ വഴിയിലൂടെ ജാനകിയെ കൊണ്ട് ഇതിനെക്കുറിച്ച് പറയിപ്പിക്കാമെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ജാനകി ശാരദാമ്മയും കൂട്ടിക്കൊണ്ടുവരികയാണ്. മുകളിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് ശാരദാമ്മയ്ക്ക് രാഹുലും ലക്ഷ്മിയും വീടിന്റെ പുറത്തുനിന്ന് സംസാരിക്കുന്നത് കാണിച്ചു കൊടുക്കുകയാണ്. തുടർന്ന് രാഹുൽ ലക്ഷ്മിയോട് നമുക്കൊരു കാര്യം ചെയ്താലോ ലക്ഷ്മി, നമുക്ക് പുറത്ത് പോയിട്ടൊന്ന് നടന്നിട്ട് വന്നാലോ എന്ന് പറയുകയാണ്. തുടർന്ന് ലക്ഷ്മി അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ പുറകിൽ നിന്ന് ശാരദാമ്മ ഇവരെ വിളിക്കുകയാണ്. നിങ്ങൾ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ശാരദാമ്മയുടെ സ്വരം കേട്ട് രണ്ടുപേരും ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് ലക്ഷ്മിയോടും രാഹുലിനോടും സൂര്യനോടും ശാരദാമ്മ വേഗം തന്നെ അകത്തേക്ക് കയറി പോകാൻ പറയുകയാണ്. നല്ല മഞ്ഞുണ്ട്, നല്ല ദേഷ്യത്തിലാണ് പറയുന്നത്. തുടർന്ന് ലക്ഷ്മിയും രാഹുലും അകത്തേക്ക് കയറി പോവുകയാണ്. തുടർന്ന് രാഹുൽ ഒറ്റയ്ക്ക് മുകളിൽ പോയി ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുകയാണ്. ബെഡ്റൂമിൽ പോയി കിടക്കുന്നില്ല. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ജാനകി വരികയാണ്. ജാനകിയെ കണ്ട് രാഹുൽ പിന്നെ ജാനകിയോട് ജാനകി ഇന്ന് ഇവിടെ ഇരുന്ന് ബുദ്ധിമുട്ടണമെന്നില്ല എന്ന് പറയുകയാണ്. ഞാൻ ഇന്ന് ഇവിടെ പുറത്ത് തന്നെ ഉണ്ടാകുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന ജാനകി പിന്നെ രാഹുലിനോട് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഞാനും ഇന്ന് പോകുന്നില്ല, ഞാനും ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുകയാണ്. ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് ഒറ്റയ്ക്ക് പുറത്ത് പോയി കറങ്ങുന്നതിന് വേണ്ടിയായിരിക്കും സൂര്യൻ ഇപ്പോൾ പുറത്ത് ഇങ്ങനെ കാത്തിരിക്കുന്നത്. എന്നാൽ അത് കേട്ട് രാഹുൽ പിന്നെ ജാനകിയോട് പറയുന്നത്, ഞാൻ അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് പോകുമെന്ന് തന്നെ പറയുകയാണ്. തുടർന്ന് ജാനകി ഒരു കസാര വലിച്ചിട്ടിരുന്ന് രാഹുലിന്റെ മുന്നിൽ ഇരിക്കുകയാണ്. തുടർന്ന് രാഹുൽ പിന്നെ ജാനകിയുടെ ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ ഏട്ടന്റെ ഒരു കൂട്ടുകാരനല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ തന്നെ ജാനകി നല്ല ദേഷ്യം വരികയാണ്. തുടർന്ന് ജാനകി പിന്നെ സൂര്യനോട് പറയുന്നത്, നീയാണ് എന്റെ ഏട്ടനെ കൊലപ്പെടുത്തിയത് എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സൂര്യൻ പിന്നെ ജാനകിയോട് പറയുന്നത്, നിന്റെ ചേട്ടൻ പ്രമോദിനെ കൊലപ്പെടുത്തിയത് ഞാനല്ല, ഞാൻ പറയുന്നത് ഇനിയെങ്കിലും നീ ഒന്ന് വിശ്വസിക്കാൻ പറയുകയാണ്. നിന്റെ ഏട്ടനെ അവസാനമായിട്ട് കൂട്ടിക്കൊണ്ടുപോയത് ഞാൻ തന്നെയാണ്. പക്ഷെ നിന്റെ ഏട്ടനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയുകയാണ്. നീ ഇനിയെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയുകയാണ്. നീ എനിക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് നിന്റെ ഏട്ടനെ കൊലപ്പെടുത്തിയവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് നല്ല ദേഷ്യത്തിലാണ് ജാനകി. എന്നാൽ രാഹുൽ പറയുന്നതൊന്നും കേൾക്കാൻ ജാനകി തയ്യാറാകുന്നില്ല. ജാനകി കട്ട കലിപ്പിലാണ്. തുടർന്ന് ജാനകി ആ കസേര തിരിച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് രാഹുൽ പിന്നെ മനസ്സിൽ ചിന്തിച്ചു നിൽക്കുന്നത്, നിന്റെ ഏട്ടന്റെ കൊലപാതകത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല ജാനകി എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.